മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി ഇന്ന് സിനിമാ ക്യാമറയ്ക്ക് മുന്നിൽ മടങ്ങിയെത്തും. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ പുനരാരംഭിക്കും. ഇന്നലെ രാത്രിയോടെ നടൻ ഹൈദരാബാദിൽ എത്തിയിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, നമ്മളൊക്കെ കാത്തിരുന്നൊരു മുഹൂർത്തമാണ്. അപ്പോൾ എപ്പോഴാണ് ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നത്? വിവരങ്ങൾ. അനുജ, മലയാളികൾ എല്ലാവരും പ്രതീക്ഷയോടെ പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. മമ്മൂട്ടി വീണ്ടും ഒരിക്കൽ കൂടി സിനിമ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ആ ഒരു ദിവസം. അല്പസമയത്തിനകം തന്നെ മമ്മൂട്ടി ഇങ്ങോട്ടേക്ക് എത്തും എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ ഹയാത്ത് ഹോട്ടലിൽ, ഹൈദരാബാദിലെ ഹോട്ടലിലാണ് അദ്ദേഹം ഉള്ളത്. ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ സംവിധായകൻ മഹേഷ് നാരായൺ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. രംഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ നടക്കുകയുമാണ്. ഇന്ന് ഇവിടെ മാത്രമാണ് ഇത് ഈ ബസ് ഭവൻ, അതായത് ഹൈദരാബാദ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓഫീസാണ്, ഹെഡ് ഓഫീസാണ്. അവിടെയാണ് ഇന്നത്തെ ചിത്രീകരണം നടക്കുന്നത്. മമ്മൂട്ടിക്ക് ഇരിക്കാനുള്ള ക്യാരവാൻ അടക്കമൊക്കെ ഇവിടെ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അതിന് ഈ സീൻ എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ സിനിമയുടെ പാട്രിയറ്റ് എന്ന ഈ സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇല്ലാത്ത വിധം ഒരു ഇടവേള അദ്ദേഹത്തിന് എടുക്കേണ്ടി വരികയും ചെയ്തത്. വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു പ്രതിസന്ധി കാലത്തേക്ക് വിജയകരമായി മറികടന്ന് അദ്ദേഹം തിരിച്ച് എത്തുന്നത് ഇതേ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് തന്നെയാണ്. മോഹൻലാൽ അടക്കമുള്ള വമ്പൻ താരനിരയുള്ള പ്രധാനപ്പെട്ട മലയാള സിനിമയുടെ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വമ്പൻ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ സെറ്റിലേക്കാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ചിത്രീകരണം അടക്കം വിപുലമായ ചിത്രീകരണ ദിവസങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്നതാണ് വസ്തുത. ഏതായാലും ഇന്നിപ്പോൾ മമ്മൂക്ക, നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇങ്ങോട്ടെത്തുന്നത് നമ്മളൊക്കെ കാത്തിരിക്കുന്നു. ഇന്നലെ നമ്മൾ ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം സ്വന്തം വാഹനം സ്വയം ഓടിച്ച് എത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയധികം അദ്ദേഹം ആരോഗ്യവാനാണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി കാലത്തെയൊക്കെ പൂർണ്ണമായി അദ്ദേഹം മറികടന്ന് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധമായിരുന്നു ആ കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ, വലിയ സന്തോഷത്തിൽ ആരാധകരുണ്ട്. മമ്മൂട്ടിയെ വീണ്ടും ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ്, അതിനുള്ള ഒരുക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രീകരണം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.